തിരുവനന്തപുരത്തെ നമ്മുടെ BJP സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അല്പസ്വല്പം പാടുപെട്ടാണെങ്കിലും ഒരു രണ്ടാം സ്ഥാനമൊക്കെ എങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴല്ലയോ ഈ അശനിവാദം പോലെ ഈ സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്നുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ ധരിച്ചു വച്ചിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും അതിസമ്പന്നന്മാരായ ആദ്യത്തെ 10 പേരിൽ ഒരാൾ അദ്ദേഹമായിരിക്കുമെന്നാണ്. ഈ മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, നമ്മുടെ യൂസഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, അല്ലെ മലയാളിയായ ഏറ്റവും വലിയ സമ്പന്നൻ എന്നൊക്കെ ഈ പ്രവചിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഫോബ്സ് മാഗസിൻ ഉണ്ടല്ലോ, അവരൊരു പക്ഷേ ഇന്ത്യയിൽ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും ധനവാന്മാരായ 5 or 10 ആളുകളിൽ ഒരാളായിട്ട് രാജീവ് ചന്ദ്രശേഖരെ ഫീച്ചർ ചെയ്യുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞപ്പോഴല്ലേ പൂച്ചു പുറത്തായത്. ഈ പത്രികയ്ക്കൊപ്പം നമ്മൾ നമ്മുടെ സ്വത്തുവിവരങ്ങൾ, സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും ഒക്കെ സ്വത്തുവിവരങ്ങൾ കൂടി ഒരു സത്യവാങ്മൂലമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. ഈ സത്യവാങ്മൂലം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു സാമാന്യം ദരിദ്രനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം വെറും 5.59 ലക്ഷം രൂപ മാത്രമാണ്. കോടിയല്ല, 5.59 ലക്ഷം. ബാങ്ക് നിക്ഷേപം ഒരു 20-21 ലക്ഷം രൂപ. അതേസമയം മറ്റു നിക്ഷേപങ്ങൾ 18 കോടിയിലേറെ വരും, ഒരു 19 കോടിക്ക് അടുത്ത് വരും. ഒരു 46.8 പവൻ സ്വർണം കൈവശമുണ്ട്. രത്നങ്ങളോടൽപ്പം താല്പര്യമുണ്ട്. അതുകൊണ്ട് ഒരു 3.14 കോടി രൂപയുടെ രത്നം കൈവശമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒരു ബൈക്ക് മാത്രമാണ്, ഓടിച്ചു നടക്കുന്ന ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. 1942 മോഡൽ റെഡ് ഇന്ത്യൻ സ്കൗട്ട് എന്ന് പറയുന്ന ഒരു ബൈക്ക്. അന്വേഷണ വിദഗ്ധരായ നമ്മുടെ മാപ്രകൾ, അതായത് മാധ്യമ പ്രവർത്തകർ കണക്ക് കൂട്ടുന്നത് മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് 36.12 കോടി രൂപ മാത്രമാണെന്നാണ്. അതേസമയം നമ്മുടെ ശശി തരൂറിന് 48.25 കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്വത്ത് കിട്ടാൻ ധാരാളം സ്രോതസ്സുകളുണ്ടല്ലോ. കുറച്ച് കുടുംബ സ്വത്തിന്റെ ഭാഗം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്ത സമയത്ത് എന്തെങ്കിലും പെൻഷൻ ഉണ്ടാവാം. അവിടുന്ന് വല്ല ഗ്രാറ്റുവിറ്റിയോ PF വല്ലോ, അത് യൂണിയനൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് കിട്ടിക്കാണും. പിന്നീട് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് MP എന്ന നിലയിലുള്ള വരുമാനമാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്ന അതിന്റെ റോയൽറ്റി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം, അതൊക്കെയാണ്. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ ഏതാണ്ട് 48.25 കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഇവരാരുമല്ല, തുഷാർ വെള്ളാപ്പള്ളിയാണ്. 62 കോടിയിലേറെ രൂപ സ്വത്തുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ സത്യവാങ്മൂലം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയത് അദ്ദേഹം അടച്ച ആദായ നികുതിയുടെ കണക്കറിഞ്ഞപ്പോഴാണ്. 2021-22 അദ്ദേഹം ഒരു 680 രൂപ മാത്രമാണ് ഇൻകം ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത്. ഞാനൊരു സാമാന്യത്തിലും ദരിദ്രനായ ഒരു മനുഷ്യനാണ്, വലിയ വരുമാനങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ലഭിക്കുന്ന വളരെ മാന്യമായ ഒരു പ്രതിഫലത്തിന് ഞാൻ ഇതിൽ കൂടുതൽ തുക വർഷാവർഷം ഇൻകം ടാക്സ് അടച്ചിരിക്കും. പക്ഷേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന നമ്മൾ ശതകോടീശ്വരൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന അദ്ദേഹം വെറും 680 രൂപ മാത്രമാണ് ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നിയേക്കാം. പക്ഷെ സത്യം അതാണ്. അതേസമയം 2022-23 അദ്ദേഹം 5,59,200 രൂപ ഇൻകം ടാക്സ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന അദ്ദേഹം ഒരു ശതകോടീശ്വരൻ എന്നാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ടാൽ അത് നമുക്ക് തോന്നുമായിരുന്നു അതിന്റെ ആർഭാടം. അതുപോലെ ഇനി ഇതിനകം അദ്ദേഹം ചില മലയാളം പത്രങ്ങളിൽ, മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സാധാരണഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടു തലേന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ 2 ദിവസം, അതിനപ്പുറത്തൊന്നും ആരും പരസ്യങ്ങൾ ചെയ്യുന്നതല്ല. വലിയ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു ഏർപ്പാടാണ്. ഇപ്പൊ അദ്ദേഹം പത്രപരസ്യങ്ങൾ പോലും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ
അദ്ദേഹം 10 ദമ്പടിയുമായിട്ടാണ് വന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ശതകോടീശ്വരനായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ക്ഷയിച്ചു പോയത്? തെരഞ്ഞെടുപ്പായപ്പോഴേക്കും എങ്ങനെയാണ് ക്ഷയിച്ചു പോയത്? സാധാരണഗതിയിൽ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, മന്ത്രിയാകുന്നു, അത് കഴിഞ്ഞാൽ വെച്ചടി കയറ്റമാണ്. നമ്മുടെ ബാങ്കിലെ ബാലൻസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അത് 2 4 4 അല്ല, 10 100 100,000 ആകുന്നു, 1000 10,000 ആകുന്നു, ലക്ഷമാകുന്നു, കോടിയാകുന്നു. അതാണ് രാഷ്ട്രീയക്കാരുടെ സമ്പത്ത് വളരുന്നതിന്റെ ഒരു തോത്. പക്ഷേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരുടെ സ്വത്ത് വളരെ ക്ഷയിച്ചത് എന്താണ് എന്നുള്ളതൊന്ന് അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവാം. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ധാരാളം കോടാനുകോടി രൂപകൾ എന്തെങ്കിലും ദാന ധർമ്മ ആദികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവാം, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവാം, വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക്, ദരിദ്രരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നതിന് പൈസ അല്ലെങ്കിൽ തുക മുടക്കിയിട്ടുണ്ടാവും, പലർക്കും ചികിത്സാ സഹായം നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ PM കെയർസ് ഫണ്ട് നമ്മുടെ മോദിജിയുടെ ഫണ്ടാണ്, അതിലേക്ക് ചിലപ്പോൾ ധാരാളമായ തുക നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ സർ തീർച്ചയായിട്ടും അത് നമ്മൾ ജനങ്ങളോട് പറയണം. കാരണം അത് സംബന്ധിച്ചൊരു ധവളപത്രം തന്നെ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടായിരുന്ന പണം മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടി, രാജ്യം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഒരാളെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വൻ നമ്പരായിരിക്കും. ഒരുപക്ഷെ ജയിക്കാൻ പോലും ഈ ഒരു ധവളപത്രം കാരണമായെന്ന് വന്നേക്കാം. വാസ്തവത്തിൽ ഈ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കണ്ടപ്പോ തേമ്പിപ്പോയത് നമ്മുടെ മാപ്രകളാ, മാധ്യമപ്രവർത്തകരെ. അവര് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്തുവര് പറഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 5 10 സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് സ്റ്റോറികളൊക്കെ ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് തെറ്റിപ്പോയി, അത് നടന്നില്ല. അവരുടെ സ്വപ്നങ്ങള് കൊഴിഞ്ഞുപോയി. അന്ന് തലയിൽ മുണ്ടിട്ട് പോയവരാ ചിലര്, അവർ ഇതുവരെ തല പൊന്തിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, മാധ്യമപ്രവർത്തകർ ഒരു തട്ടുകേട് സംഭവിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? പക്ഷെ നമ്മള് ഇനി പത്രങ്ങളിൽ ഇനിയും പരസ്യം കൊടുക്കണമല്ലോ. അവസാന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പരസ്യങ്ങൾ കൊടുക്കണം, കൂടുതൽ പത്രങ്ങളിൽ കൊടുക്കണം. നമ്മൾ സാമ്പത്തികമായിട്ട് പരുവക്കേടിലാണെന്ന് അറിഞ്ഞാൽ ഈ മനോരമ മാതൃഭൂമിയാദികളൊന്നും കടമായിട്ട് പരസ്യം കൊടുക്കത്തില്ല. അതുകൊണ്ട് പരസ്യക്കൂലിക്കുള്ള കാശ് എവിടുന്നെങ്കിലും നുള്ളിപ്പെറുക്കി കയ്യിൽ വെച്ചോണം. അത് ഓർമ്മിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ചില കോൺഗ്രസ്സുകാരും ചില മാപ്രകളും എന്തോ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു എന്നുള്ള ചില പ്രസ്താവനകളും ചില പ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് ലംബോർഗിനി ഉണ്ട്, ഫെറാറി ഉണ്ട്, ഓഡിയുണ്ട്, ബെൻസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു റെഡ് ഇന്ത്യൻ സ്കൗട്ട് മാത്രം, അതൊരു ബൈക്കാ, 1942 മോഡലാ, പഴഞ്ചനാണ്, ഒരു ചടാക്ക് വണ്ടിയാ. അതേലാണ് അദ്ദേഹം ഇങ്ങനെ ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് കറങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ലംബോർഗിനി, ഫെറാറി എന്നൊക്കെ. അതുപോലെ തന്നെ ഈ മാപ്രകൾ പറയുന്ന ഒരു കണക്ക് 140 കോടി രൂപ വിലയുള്ള 9 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു സ്വകാര്യ ജെറ്റ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെന്ന്. ഈ 9 സീറ്റ് എന്നൊക്കെ പറയുന്നതിൽ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ 2 3 4 സീറ്റൊക്കെ ഉള്ള കുറച്ചുകൂടെ ചെറിയ ജെറ്റ് മതി. പക്ഷെ 9 പേർക്കാണെങ്കിൽ കൂടെ നമുക്ക് ചില BJP നേതാക്കളെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ആളുകളെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ഒരു അസറ്റാ, അതൊക്കെ ഒരു ക്യാപിറ്റൽ, നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ടാണ് നമ്മൾ ഈ 140 കോടി രൂപ വിലയുള്ള അല്ലെങ്കിൽ 9 പേർക്ക് സഞ്ചരിക്കാവുന്ന ജെറ്റുകളൊക്കെ വാങ്ങുന്നത്. പിന്നെയും കണക്കുകൾ ഇവർ പറയുന്നുണ്ട്. ഈ BPL മൊബൈൽ കമ്പനി നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ ആയിരുന്നു. അതിന്റെ 51% ഓഹരികൾ അദ്ദേഹം വിറ്റത് 4400 കോടി രൂപയ്ക്കാണെന്നാണ് ഈ പറഞ്ഞ മാപ്രകൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അതേപോലെ ഏഷ്യാനെറ്റിന്റെ 51% ഓഹരികൾ 150 കോടി രൂപയ്ക്ക് വാങ്ങി. പിന്നീട് ഏഷ്യാനെറ്റിന്റെ വിനോദ ചാനലുകൾ, ന്യൂസ് ചാനൽ ഒഴികെയുള്ളത് 1400 കോടി രൂപയ്ക്ക് സ്റ്റാർ TVക്ക് വിറ്റു. അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TVയിൽ 30 കോടി രൂപ നിക്ഷേപിച്ചു. ഇതൊന്നും കൂടാതെ
ബാംഗ്ലൂരിലെ കോറമംഗലയിൽ 120 കോടി രൂപ വിലമതിക്കുന്ന 6 പ്ലോട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നും ഈ മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഒത്തിരി നിക്ഷേപങ്ങൾ നടത്തി 50 കമ്പനികളിലാണ്. അവയുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് അത്ര ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ്. അതിനെപ്പറ്റി ഇതിൽ പറയുന്നില്ല. നമുക്ക് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ആ കൂടെ അറിയാവുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയൊരു ഗ്രഹം എന്ന നിലയിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഈ റോമൻ മിത്തോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് ജൂപ്പിറ്റർ. അത് ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെയും എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കുറിച്ച്, സ്വത്തിനെ കുറിച്ച് പറയുന്നു. അതൊന്നും വായിച്ചാൽ മനസ്സിലാവുന്നില്ല. എനിക്കൊട്ട് താല്പര്യവുമില്ല, ഞാനൊട്ട് വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ മാപ്രകൾ കോൺഗ്രസ് പാർട്ടി രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ്. നമ്മുടെ കോൺഗ്രസ് പാർട്ടി ആദ്യം ഭരണാധികാരിക്ക് പരാതി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് ഇത് സ്വീകരിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇലക്ഷൻ കമ്മീഷന് ഇപ്പൊ പരാതി കൊടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞു കൊണ്ട് കേസ് കൊട് എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പൊ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും കമ്മീഷൻ ചെയ്യാനില്ല. ഇനി അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം. അതാണ് അവർ പറയുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്തിന്റെ അല്ലെങ്കിൽ സ്വത്തിന്റെ സ്രോതസ്സിന്റെ വിശദാംശങ്ങളൊക്കെ എടുക്കാൻ കോൺഗ്രസ്സുകാര് കുറെ ഡിറ്റക്റ്റീവുകളെ ഇതിനകം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചില മാധ്യമങ്ങൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് 7500 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെന്നാണ്. അതിന്റെ വിശദാംശങ്ങളോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള വസ്തുതകൾ അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായം, ഈ ഇല്ലാവചനം പറയുന്ന മാപ്രകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണം. ഇപ്പൊ തന്നെ ശശി തരൂരിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് കേട്ടു. കാരണം രാജീവ് ചന്ദ്രശേഖർ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവറ്റുകൾക്കെതിരെയും കൃത്യമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്ഥാനാർത്ഥി ഈ ദരിദ്രമായ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരത്തൊട്ടാകെ കുടിവെള്ളം എത്തിക്കാൻ, തിരുവനന്തപുരംകാർക്ക് മുഴുവൻ വീട് നൽകാൻ, നൈപുണ്യ നിലവാരം വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. പക്ഷെ ഞാൻ ഒരു ചെറിയ അഭിപ്രായം കൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അതായത് നമ്മുടെ ഈ കണക്ക് നോക്കുന്ന ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, അദ്ദേഹം കൈവിട്ടു പോകരുത്. അദ്ദേഹത്തിന്റെ തലവട്ടമങ്ങാൻ പുറത്ത് കണ്ടാൽ അംബാനി, അദാനി ആദികള് അദ്ദേഹത്തെ എപ്പ തട്ടിക്കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ മതി.